പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് ഹൃദയം തൊട്ട അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാൻ 2 വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ, ആരാണ് മാനവ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ആരാണ് മാനവരാശിയെ നശിപ്പിക്കാൻ വേണ്ടി ഈ നാട്ടിൽ വർഗീയത പടർത്തുന്നവരെന്ന്. ദുരന്തബാധിതർക്കായി ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ നാളെ ഗൃഹപ്രവേശന ചടങ്ങ് നടക്കുകയാണ്. ആദ്യം നിർമ്മിച്ച 51 വീടുകളിലാണ് കുടുംബങ്ങൾ താമസം തുടങ്ങുക. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾ നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണ്. കുടുംബങ്ങളുടെ സ്വകാര്യത മാനിച്ച് തൃക്കപ്പേറ്റയിലെ മിനി ടൗൺഷിപ്പിൽ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് സന്ദർശനം ഒഴിവാക്കണം. സന്തോഷം അല്ലേ? ആ വാർത്ത കാണുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിൽ വല്ലാത്തൊരു കുളിരാണ്. ഇനി മറ്റൊരു വാർത്താ ചാനലായ ജനൻ ടിവിയിൽ ഇതേ സമയം എന്താണ് ചർച്ചയെന്ന് എന്നെ കേട്ടിരിക്കുന്ന ശ്രോതാക്കൾ മനസ്സിലാക്കണം. കേരളത്തിൽ ഈ കുഴിമന്തി അല്ലെങ്കിൽ മറ്റേ മന്തി മറ്റേ ഷവായി ഷവർമ ഈ കടകളിലെല്ലാം കഴിക്കാൻ പോകുന്ന ആൾക്കാരും മുസ്ലിങ്ങള് കൂടുതൽ ഈ തട്ടമിട്ട അല്ലെങ്കിൽ ഈ ഇതൊക്കെ ചരിച്ച ആൾക്കാരാണ് കൂടുതലോടും ഭക്ഷണം കഴിക്കുന്നത്. ഹിന്ദുക്കളെന്ന് വിചാരിച്ചാൽ മതി, ഞാൻ ഇവരുടെ കടകളിൽ കേറില്ല. നിങ്ങൾ കയറരുത്, നിങ്ങൾ മന്തിയും കഴിക്കരുത്, ഷവായും കഴിക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് പ്രഭാതത്തിൽ 2 ചാനലിലെ വാർത്ത. ഒന്നാമത്തെ ചാനലിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന, അറിയാം, ന്യൂനപക്ഷ സമൂഹമായ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ആ പാർട്ടിയിലുണ്ട്. എൻ്റെ വാപ്പ അവരുടെ യുവത്വകാലം മുതൽ മുസ്ലിം ലീഗിൻ്റെ വലിയ പ്രവർത്തകനാണ്. എന്നാൽ ഞാൻ മുസ്ലിം ലീഗിനോട് വിരോധമോ വിധേയത്വമുള്ള ആളല്ല, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനുമല്ല. പക്ഷേ അവരാ ചെയ്ത പ്രവൃത്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വയനാട് ദുരന്തത്തിൽ 500-ൽ പരം വരുന്ന മനുഷ്യർ മരണപ്പെടുകയും പലരുടെയും മൃതദേഹങ്ങൾ ഇവരാരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ ഉടലി വേർപ്പെട്ട മനുഷ്യരെ ഒന്നിച്ച് പൊതിഞ്ഞു കൊണ്ടുവന്ന് ഖബർസ്ഥാനിൽ അവരെ അടക്കുകയും ചെയ്തിട്ട് ആരാണ് ഇവർ, ഏതാണ്, ഏത് മതക്കാരനാണ്, പേരെന്താണ്, നാളെന്താണെന്ന് അറിയാൻ വയ്യാത്ത മനുഷ്യർ, ചൂരൽമലയിൽ സർവ്വതും നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, ഉടുത്തിരുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ലാത്ത മനുഷ്യർക്ക് അഭിമാനകരമായി ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ അന്തസ്സുറ്റ ഒരു വീട്, 51 വീടിൻ്റെ ഉദ്ഘാടന ചടങ്ങ് മുസ്ലിം ലീഗ് ഇവിടെ സാധ്യമാക്കിയിരിക്കുകയാണ്. മറുപക്ഷത്തോ നിങ്ങളും ചിന്തിച്ചു നോക്കിയേ. നമ്മളിത് പറയുമ്പം ജാതി പറയുന്നു, മതം പറയുന്നു, വർഗീയത, ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നതെന്താണ്? വിജി തമ്പി ജനൻ ടിവിയിൽ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് വിഷയം? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. കുഴിമന്തി, അൽഫാമ്, ഷവായി, ഇതിൽ മതം. ഈ കഴിച്ചിട്ട് അവൻ വിസർജിക്കുന്ന അതിനകത്തും അവർ ടെസ്റ്റ് നടത്തുകയാണ്. അതിനകത്ത് എന്തെങ്കിലും ജാതീയപരമായ വേർതിരിവോ മതപരമായ വേർതിരിവോ ഉണ്ടോ ടെസ്റ്റ് ചെയ്യാണ്. ഇവനൊക്കെ സമൂഹത്തിന് എന്ത് ഗുണമാണ്? മനുഷ്യർക്ക് ഇവനൊക്കെ കൊണ്ട് എന്ത് ഗുണമാണ്? ഈ രാവും പകലും ഈ വർഗീയതയും ഈ ധ്രുവീകരണവും അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇവനൊക്കെ കൊണ്ട് വല്ല ഗുണമുണ്ടാ? മുസ്ലിം ലീഗ് ഇങ്ങനെ വീട് നിർമ്മിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അവർ വീട് കൊടുത്തു എന്നതുകൊണ്ട് അവിടുത്തെ ഉസ്താദന്മാർ വന്ന് ദ്വാരക്കണം. അവിടെ മുസ്ലിം ലീഗ് ഏതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് ആ ഒരു നടപടിക്രമ പ്രകാരമായിരിക്കണം അവരുടെ വീടിന്റെ പാലുകാശ്. ഒന്നുമല്ല, ഗണപതി ഹോമം കൊണ്ടാണ് സഹോദര സമുദായത്തിൽപ്പെട്ടവർ ആ വീടിന്റെ ഗൃഹപ്രവേശനം നടത്തിയത്. ഇത്രയും സുന്ദരമായ ഒരു കാഴ്ച നമ്മളിങ്ങനെ കാണുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട് ഏതൊരവസ്ഥയിലെത്തി. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ പാർട്ടി, ആ പാർട്ടിയുടെ പേരിന്റെ തുടക്കത്തിൽ മുസ്ലിം എന്നുള്ളത് കൊണ്ട് തന്നെ വർഗീയ പാർട്ടിയാണെന്ന് പറയുന്നവരുണ്ട്, ജാതി പാർട്ടിയാണെന്ന് പറയുന്നവരുണ്ട്, ഭീകരവാദികളുടെ ഈറ്റില്ലവും പൂറ്റില്ലമാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നവരോട് ചോദിക്കുകയാണ്, ഏതായിരുന്നാലും മുസ്ലിം ലീഗിന് മതേതരത്വം ഇല്ല അല്ലേ? അവർ വർഗീയ പാർട്ടിയാണ്. എന്നാൽ ഈ രാജ്യത്തോട് അവരെക്കാൾ കൂറും സ്നേഹമുള്ള നിങ്ങൾ, ഈ മരണപ്പെട്ട മനുഷ്യർ, ഈ ബാക്കിയായ മനുഷ്യർ, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ ഈ രാജ്യത്തിന്റെ മക്കൾ തന്നെയല്ലേ? ആരും ആയിക്കോട്ടെ, ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ഇവരൊക്കെ രാജ്യത്തിന്റെ മക്കളല്ലേ? നിങ്ങൾ അവർക്ക് കൊണ്ട് എന്ത് ചെയ്തു? നിങ്ങളെന്താ വിചാരിച്ചത്? ഇങ്ങനെ ചോദിക്കുമ്പം നിങ്ങൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കടന്ന് വട്ടം തിരിഞ്ഞാൽ ഇതൊക്കെ നിശബ്ദമാകുന്ന ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ മാനവ സമൂഹത്തിന് എന്തു ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ഒരു ഭാഗത്ത് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സുന്ദരമായ അടച്ചുറപ്പുള്ള ഒരു ഭവനം മുസ്ലിം ലീഗ് സമ്മാനിക്കുന്നു. മറുപക്ഷത്തോ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഈ സമയം ചർച്ച ചെയ്തിരിക്കുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങളല്ല. നിങ്ങളിപ്പോഴും ചർച്ച ചെയ്ത് നിങ്ങളുടെ വിഷയം മുസൽമാനാണ്. നിങ്ങളിപ്പോഴും കുഴിമന്തി, ഷവായി, അൽഫാം അത് കഴിച്ച മനുഷ്യൻ ബാക്കിയാക്കുന്ന വിസർജ്യത്തിൽ വരെ നിങ്ങൾ മതം തരികയാണ്. എന്നിട്ട് അത് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ വർഗീയത പറയുന്നു, മതം പറയുന്നത് പറഞ്ഞാൽ ഈ ശബ്ദം, ഈ ചോദ്യം അവസാനിപ്പിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നത്. വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഈ മാനവ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തെന്നാ? ഒന്നും ചെയ്തില്ല. നിങ്ങൾക്ക് ഈ വർഗീയതയും ധ്രുവീകരണവും പറയാതെ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ എന്നുള്ള നിങ്ങൾ ഇതേ നിലപാട് നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ നാട്, ഈ രാജ്യം മനുഷ്യരുടെ ശവപ്പറമ്പായി പോകും, ശ്മശാന ഭൂമിയായി പോകും. മനുഷ്യർക്ക് വേണ്ടത് മനുഷ്യന്റെ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മുഴുപട്ടിണിയും അരപ്പട്ടിണിയുമായി മുണ്ടുമുറുക്കി ഉടുത്ത് ജീവിക്കുന്ന അനേകായിരം മനുഷ്യന്മാർക്ക് മുമ്പിൽ നിരന്തരമായി
ചെവിട്ടത്ത് കേൾക്കാൻ പറ്റാത്ത, പാട്ടുപാടിയാൽ അതിൽ വർഗീയത, ഭക്ഷണം കഴിച്ചാൽ അതിൽ വർഗീയത. എന്തൊരു ജീവിതമാണോ. എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും ഇതേ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഒരു നല്ല ആഹാരം സമാധാനത്തെ കഴിച്ചു നല്ല മനസ്സമാധാനത്തോട് ഉറങ്ങാൻ നിങ്ങൾക്ക് ഈ ജന്മത്ത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല.